ഹായ് ഓൾ വെൽക്കം ടു ലെർണിംഗ്. ഇന്ന് നമ്മളിവിടെ സർവേയിലെ കുറച്ച് MCQ ആണ് നോക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ ബിഗ്ഗസ്റ്റ് ഓഫ് ദ സർവേ ലൈൻ ഇസ് കോൾഡ്. അതായത് സർവേ ലൈനിന്റെ ബിഗ്ഗസ്റ്റ് എന്ന് പറയുന്നത് ബേസ് ലൈൻ. ഓക്കെ, സോ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ദെൻ നെക്സ്റ്റ്, ദ ചെക്ക് ലൈൻ ഇൻ എ ചെയിൻ സർവേയിങ്. ചെക്ക് ലൈൻ, ചെയിൻ സർവേയിങ്ങിലുള്ള ചെക്ക് ലൈനിന്റെ യൂസ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ചെക്ക് ദ അക്യുറസി ഓഫ് ദ ഫ്രെയിം വർക്ക്. അതാണ് അതിന്റെ പർപ്പസ് എന്ന് പറയുന്നത്. ഓക്കെ, ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. Third question, what is a prominent point on the chain line and can be either at the beginning of the chain line or at the end? ബിഗിനിങ്ങിലും എൻഡിലും ഉണ്ടാവുന്ന ചെയിൻ ലൈന് നമ്മൾ പറയുന്ന മെയിൻ സ്റ്റേഷൻ എന്നാണ് പറയുക, അല്ലെ? സോ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ദ ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഓഫ് സർവേയിങ്? ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഓഫ് സർവേയിങ് എന്ന് പറയുന്നത് എന്താണ്? ഹോൾ ടു പാർട്ട് ആണ്. ഈ തന്ന ഓപ്ഷൻസിൽ ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, ഹോൾ ടു പാർട്ട്. Next, which of the following survey deals with the bodies of water for the purpose of navigation, water supply, harbor works, or for the determination of mean sea level? അപ്പോൾ നമുക്കറിയാം നാവിഗേഷൻ പേർപ്പസ്, ഹാർബർ വർക്ക്സ് അതൊക്കെ ചെയ്യുന്നത് ഏത് സർവേയിങ് ആണ്? ഹൈഡ്രോഗ്രാഫിക് സർവേയിങ് ആണ്, അല്ലെ? നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞു. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ, ഹൈഡ്രോഗ്രാഫിക് സർവേ. Then next question, what is the type of scale in which the representative fraction is 1:1? റെപ്രസെൻറ്റേറ്റീവ് ഫാക്ടർ 1:1 എന്ന് പറഞ്ഞാൽ അതെന്താണ്? ഫുൾ സൈസ് സ്കെയിലിനെയാണ് നമ്മൾ 1:1 എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഓബ്ജക്റ്റിന്റെ സൈസ് നമ്മൾ ആക്ച്വൽ ഡ്രോയിങ് ഷീറ്റിൽ വരയ്ക്കുന്ന സൈസ് എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. അതിനെയാണ് നമ്മൾ ഫുൾ സൈസ് സ്കെയിൽ എന്ന് പറയുന്നത്. അത് എപ്പോഴും എത്രയായിരിക്കും? 1:1 ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ്, type surveying in which the mean surface of earth is considered as plane and the spheroidal shape is neglected is called as. നമ്മൾ സർവേയിങ് പ്രൈമറി ക്ലാസിഫിക്കേഷൻ സർവേയിങ്ങിനെ പഠിച്ചു. എന്തായിരുന്നു? രണ്ടെണ്ണം ഉണ്ട്, അല്ലെ? പ്ലെയിനും ജിയോഡറ്റിക്കും. ഇവിടെ ചോദിച്ചിരിക്കുന്നത് സർവേയിങ് ഇൻ വിച്ച് ദ മെയിൻ സർഫസ് ഓഫ് ദ എർത്ത് ഇസ് കൺസിഡേർഡ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് നമ്മൾ എർത്ത് സർഫസ് കൺസിഡർ ചെയ്യുന്നതിന് നമ്മൾ എന്താ പറയുക? പ്ലെയിൻ സർവേയിങ് എന്നാ പറയുക. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ്, വാട്ട് ഇസ് ദ RF ഓഫ് സ്കെയിൽ? അതെന്തായിരുന്നു? ഫ്രാക്ഷൻ സ്കെയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, റെപ്രസെൻറ്റേറ്റീവ്, അല്ലേ? അതിന്റെ സ്കെയിൽ ഇസ് 1 cm is to 4.5 meter എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ RF കാണാനാണ് പറഞ്ഞത്. നമ്മൾ പഠിച്ചിട്ടായിരുന്നു RF ഈക്വൽ ടു എന്തായിരുന്നു? മാപ്പ് ഡിസ്റ്റൻസ് ബൈ ഗ്രൗണ്ട് ഡിസ്റ്റൻസ്. ഓക്കെ, അപ്പോൾ മാപ്പ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇവിടെ എന്താ തന്നിരിക്കുന്നത്? 1 ആണ്, അല്ലെ? സോ 1/4.5 മീറ്റർ ആണ്. ഇത് സെന്റിമീറ്ററിലാണ്, അല്ലെ? അപ്പോൾ ഇത് എത്രയാവും? 1/450, അല്ലെ? സോ വി ക്യാൻ റൈറ്റ് 1/50. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the surveying used to determine the additional details such as boundaries of fields is called. അതായത് നമ്മൾ ബൗണ്ടറീസ് കൺസിഡർ ചെയ്യുന്ന സർവേയിങ് ചെയ്യുന്നതിന് നമ്മൾ എന്താ പറയുക? കഡസ്ട്രൽ സർവേ. സോ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, then next question, the plane and geodetic surveying are classifications of surveying based on. ഈ പ്ലെയിൻ ആൻഡ് ജിയോഡറ്റിക് എന്ന് പറയുന്നത് എന്തിന്റെ കൺസിഡറേഷനിലാണ് നമ്മൾ ഡിവിഷൻ എന്ന് പറയുന്നത്? എർത്ത് കർവേച്ചർ ആണ്, അല്ലെ? എർത്ത് സർഫേസ് കൺസിഡർ ചെയ്യുന്നത് കൺസിഡർ ചെയ്യാത്തതെന്ന് പറഞ്ഞിട്ടാണ് ആ ഡിവിഷനെ നമ്മൾ പറയുന്നത്, അല്ലെ? പ്രൈമറി ക്ലാസിഫിക്കേഷൻ. പ്ലെയിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എർത്ത് സർഫേസ് കൺസിഡർ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ പ്ലെയിൻ സർവേയിൽ നിന്നും, നോട്ട് കൺസിഡേർഡ് എന്ന് പറയുന്നത് ജിയോഡറ്റിക് സർവേയിൽ നിന്നും. സോ അത് നമ്മുടെ ക്ലാസിഫിക്കേഷൻ പറയുന്നത് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ എർത്ത് കർവേച്ചർ. ഓക്കെ, ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. താങ്ക് യു.